ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ആശിഷ് നേഗി ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ആശിഷ് നേഗി പുറത്തുവിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ ഇൻ്റർവ്യൂസ് 7-8 കോച്ചുമാരായിട്ട് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറയുന്നത്. അതിൽ ഇറ്റാലിയൻ പരിശീലകനായ ജിയോ ലെറ്റിയേരി ഉണ്ട് എന്നും ആശിഷ് നേഗി പറയുന്നു. പിന്നീട് ഒഡീഷ എഫ്സിയുടെ പരിശീലകനായ സെർജിയോ ലൊബേറയും ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാറിൽ ഇപ്പോഴുമുണ്ട് എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറയുന്നത്. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് സെർജിയോ ലൊബേറയെ പരിശീലകനാക്കാൻ ആഗ്രഹമുണ്ട്. ഷോർട്ട് ലിസ്റ്റിൽ സെർജിയോ ലൊബേറയും ഉണ്ട് എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറയുന്നത്. പിന്നീട് മാർക്കസ് മർഗുലാവിൻ്റെ ഇന്ന് രാവിലത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. 4 കോച്ചുമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ്. ഈ ആഴ്ച തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാമെന്ന് മാർക്കസ് മർഗുലാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7-8 കോച്ചുമാരുടെ ലിസ്റ്റിൽ നിന്നായിരിക്കാം 4 കോച്ചുമാരുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് അശ്വിനയുടെ ലൈവിനകത്ത് പറയുന്നു, സെർജിയോ ലൊബേറയും ഒഡീഷ എഫ്സിയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നാണ് ആശിഷ് നേഗി പറയുന്നത്. ഒരുപക്ഷെ സൂപ്പർ കപ്പിന് ശേഷം ലൊബേറ ഒഡീഷ എഫ്സി വിടാൻ സാധ്യതയുണ്ട് എന്നാണ് ആശിഷ് നേഗി പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കോച്ചിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. മാർക്കസ് മർഗുലാവിൻ്റെ ഇന്ന് രാവിലത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഹെഡ് കോച്ചിൻ്റെ അപ്ഡേറ്റ് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളത്. വരും ദിവസങ്ങളിൽ കോച്ചിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.